ഇന്നലെ കൊല്ലത്ത് വലിയൊരു തീപിടുത്തമുണ്ടായിരുന്നു. കൊല്ലത്ത് മെഡിക്കൽ കോർപ്പറേഷൻ മരുന്ന് സംഭരണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. 10 കോടിയിലേറെ നാശനഷ്ടം അവിടെ സംഭവിച്ചതായാണ് വിവരങ്ങൾ. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു കൊല്ലത്ത് നിന്നും. ഡി ബിനോയ്, വലിയ നാശനഷ്ടം തന്നെ സംഭവിച്ചു. ഇന്നത്തെ 7ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അത് സംബന്ധിച്ചുള്ള വാർത്തകൾ എന്തെല്ലാമാണ്? അജി, ഇന്നലെ രാത്രി 8:45 കൂടിയാണ് കൊല്ലം നഗരത്തിന് സമീപമുള്ള ഉളിയക്കോവിലെ മെഡിക്കൽ കോർപ്പറേഷന്റെ ഗോഡൌണിൽ വലിയ അഗ്നിബാധ ഉണ്ടായത്. ഏകദേശം 5 മണിക്കൂർ നീണ്ടുനിന്ന പ്രയത്നത്തിനൊടുവിലാണ് തീ കെടുത്തിയത്. അത്തരത്തിൽ വലിയൊരു അഗ്നിബാധയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയുവാൻ കഴിയും. കൊല്ലം ജില്ലയിലെ 15ഓളം ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന മരുന്നുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ഏകദേശം 10 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. അവിടെ ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു 2 ഇരുചക്ര വാഹനങ്ങളും ഒരു വാനും പൂർണ്ണമായും കത്തി നശിച്ചു. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഈ വലിയ മരുന്ന് സംഭരണശാലയിൽ തീപിടുത്തമുണ്ടായാൽ ആദ്യഘട്ടത്തിൽ അണയ്ക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒന്നുമില്ലായിരുന്നു. അതുപോലെ വയറിംഗ് സംവിധാനങ്ങളെല്ലാം തന്നെ വളരെ പഴയ രീതിയിലുള്ളതായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ തീക്ക് കാരണമായതെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇടിമിന്നലേറ്റോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വഴിയോ ആയിരിക്കാം അഗ്നിബാധ ഉണ്ടായെന്നാണ് ഇപ്പോൾ ഉള്ള നിഗമനം. കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരുന്നതേയുള്ളൂ. സമീപത്തുള്ള MG കോളനിയിലുള്ള ഏകദേശം 15ഓളം പേർക്ക് ഇവിടെ നിന്ന് ഉയർന്ന പുകപടലം ശ്വസിച്ചതിന്റെ ഭാഗമായി അതിഭയങ്കരമായ ശ്വാസമുട്ടുണ്ടായി. ഇവരെ പിന്നീട് തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഒരു വാച്ചർ മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. ഇയാൾ ബഹളം വെച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ ഓടിക്കൂടിയും. ആദ്യഘട്ടത്തിൽ 5 ഫയർ എഞ്ചിനുകളാണ് കൊല്ലത്തെ നഗരത്തിലുള്ള ഫയർഫോഴ്സ് ഓഫീസിൽ നിന്നും എത്തിയത്. പിന്നീട് കൂടുതൽ അഗ്നിശമന സേന അംഗങ്ങളും വാഹനങ്ങളും എത്തി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും 5 മണിക്കൂർ നീണ്ടുനിന്ന കഠിനമായ പ്രയത്നത്തിനൊടുവിലാണ് തീ കെടുത്തിയത്. മാത്രവുമല്ല, വളരെയധികം വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ആശുപത്രികളിൽ നൽകുന്നതിന് വേണ്ടി കരുതി വെച്ചിരുന്ന മരുന്നുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത്. അതുപോലെ ഗോഡൌണും പൂർണ്ണമായും കത്തി നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനം മാത്രമാണ് 10 കോടി എന്നുള്ളത്. എന്നാൽ കണക്ക് ഇതിനും അപ്പുറത്തേക്ക് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അജി, ഒപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയുണ്ട് ബിനോയ്? പരിക്കേൽക്കുന്ന അഗ്നിബാധയിലല്ല പരിക്കേറ്റിരിക്കുന്നത്. പ്രധാനമായും ഈ സംഭരണശാലയ്ക്കകത്ത് സൂക്ഷിച്ചതിലധികവും മരുന്നുകളാണ്. പല മരുന്നുകളിലും തീ പിടിച്ചുകൊണ്ട് തന്നെ വളരെ ശക്തിയായ കാറ്റും അതുപോലെ തന്നെ ദുർഗന്ധവും പുറത്തേക്ക് വരികയുണ്ടായി. ഇത്തരത്തിൽ പുറത്തു വന്ന ആ ദുർഗന്ധം വമിച്ച വായു ശ്വസിച്ചാണ് പലർക്കും അസ്വസ്ഥതകളുണ്ടായത്. അങ്ങനെ 15ഓളം പേർക്കാണ്, സമീപത്തെ കോളനികളിൽ താമസിക്കുന്ന 15ഓളം പേർക്കാണ് അത്തരത്തിൽ ശ്വാസമുട്ടുണ്ടായത്. അഗ്നിശമന സേനാ വിഭാഗത്തിലെ ഏതാനും ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അവർക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ കടുത്ത ശ്വാസമുട്ടുണ്ടായ ആളുകളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊള്ളലേറ്റ സംഭവങ്ങളും തന്നെ ഇതുവരെയായും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.